ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം സ്റ്റഡി ഹിസ്റ്ററി വിത്ത് മീ. ഇന്ന് നമ്മൾ ട്രാവലേഴ്സിൻ്റെ സീരീസിൽ രണ്ടാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. അൽബറൂണിയുടെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതെന്തായാലും പോയിട്ട് വാച്ച് ചെയ്യുക. ഫുൾ നോട്ട്സ് വിത്ത് ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ആയിരിക്കും ഈ ഒരു വീഡിയോയും നമ്മൾ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് മാർക്കോ പോളോ എന്ന ഇറ്റാലിയൻ ട്രാവലറെ കുറിച്ചാണ്. മാർക്കോ പോളോ വെനീസിൽ വെനീസ് എന്ന് പറയുന്നത് പ്രസൻറ്റ് ഇറ്റലിയിലുള്ള സ്ഥലമാണ്. വെനീസിൽ നിന്നുള്ളൊരു ട്രാവലറായിരുന്നു. ഇദ്ദേഹം ഒരു മെർച്ചൻ്റ് ആയിരുന്നു, അഡ്വഞ്ചറർ ആയിരുന്നു, റൈറ്ററുമായിരുന്നു. ഇദ്ദേഹം കുറേ കൺട്രീസിലൂടെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ദ ട്രാവൽസ് ഓഫ് മാർക്കോ പോളോ. ഇദ്ദേഹത്തിൻ്റെ വർക്കിൽ ഇദ്ദേഹം ചൈനയെ വിളിക്കുന്നത് കാത്തായ് എന്നാണ്. ചൈന വലിയൊരു ഏരിയ ആണെന്നും അവിടെ ഗ്രേറ്റ് വെൽത്ത് ഉണ്ടായിരുന്നുവെന്നും മാർക്കോ പോളോ എഴുതുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കൃതി ലേറ്ററുള്ള എക്സ്പ്ലോറർ ആയിട്ടുള്ള കൊളംബസിനെയൊക്കെ വളരെയധികം ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. AD 1271 ഇദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത്. ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യയെക്കുറിച്ച് എഴുതിയതൊക്കെ ഇദ്ദേഹത്തിന് യൂറോപ്പിൽ വളരെ ഫേമസ് ആവാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഇന്ത്യയെക്കുറിച്ച് മനസ്സിലാക്കാനും മാർക്കോ പോളോയുടെ പുസ്തകം വളരെയധികം ഉപയോഗപ്പെടുത്തിയിരുന്നു. ഇതിൽ പല ഈസ്റ്റേൺ വേൾഡ്, അതായത് ഇന്ത്യ, ചൈന പോലെയുള്ള ഏരിയാസിനെ കുറിച്ച് പ്രൈമറി ഇൻഫർമേഷനായിട്ട് യൂറോപ്യൻസ് ഉപയോഗിച്ചിരുന്ന പുസ്തകങ്ങളിൽ ഒന്നുകൂടിയാണ് മാർക്കോ പോളോയുടെ പുസ്തകം. മംഗോൾ ലീഡറായിരുന്ന കുബ്ലായ് ഖാൻ എന്ന് പറയുന്നത് ചെങ്കിസ് ഖാൻ്റെ ഗ്രാൻഡ് സണ്ണാണ്. ഇദ്ദേഹത്തെ ബീജിങ്ങിൽ വെച്ച് മാർക്കോ പോളോയുടെ ഫാദറും മംഗളും മീറ്റ് ചെയ്തു. ഇപ്പോൾ കുബ്ലായ് ഖാനിൽ ക്രിസ്ത്യാനിറ്റിയിൽ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പോളോ ബ്രദേഴ്സിനോട് റോമിൽ നിന്ന് തിരിച്ചു വരുമ്പം ഹോളി വാട്ടറും 100 ലേൺഡ് പ്രീസ്റ്റസിനൊക്കെ കൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. എവിടേക്ക്? ബീജിങ്, ചൈനയിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഈ ഒരു സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഫാദറും അങ്കിളും, അതായത് മാർക്കോ പോളോയുടെ ഫാദറും അങ്കിളും തിരിച്ചു വരികയാണ്. ഈ ഒരു സമയത്ത് മാർക്കോ പോളോക്ക് 15 വയസ്സായിരുന്നു. അങ്ങനെ തിരിച്ചു വരുമ്പോൾ 100 ലേൺഡ് പ്രീസ്റ്റുകളെയും ഹോളി വാട്ടറിനൊക്കെ കൊണ്ടുവരാനുള്ള കുബ്ലായ് ഖാൻ്റെ റിക്വസ്റ്റ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോപ്പ് സമ്മതിച്ചില്ല. അങ്ങനെ ഇവർ തിരിച്ചു ഏഷ്യയിലേക്ക് തന്നെ പോകുമ്പോൾ 17 വയസ്സായിരുന്ന മാർക്കോ പോളോയെയും ഒപ്പരം കൂട്ടി. അങ്ങനെ 1275 അവർ കുബ്ലായ് ഖാനിനെ അവിടെ സമ്മർ പാലസിൽ വെച്ച് മീറ്റ് ചെയ്യുകയും ഇദ്ദേഹത്തിൻ്റെ ഫാദറിനും അങ്കിളിനും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ കോർട്ടിൽ പൊസിഷൻസ് കൊടുക്കുകയും ചെയ്തു. വളരെ യങ്ങായിരുന്ന മാർക്കോ പോളോ അവിടെ വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ചൈനീസ് കൾച്ചറിലും ലാംഗ്വേജിലൊക്കെ വളരെ ഇൻട്രസ്റ്റഡ് ആയി. അതുപോലെ കുറേ ഭാഷകൾ പഠിച്ചു. about 4 ലാംഗ്വേജസ് ഇദ്ദേഹത്തിന് ഫ്ലുവൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു സ്മാർട്ട്നെസ്സൊക്കെ കണ്ടിട്ട് കുബ്ലായ് ഖാൻ മാർക്കോ പോളോയെ ഒരു എൻവോയി ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. അങ്ങനെ ഈ ഒരു അംബാസഡർ പോലെയുള്ള പൊസിഷൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹം ഏഷ്യയുടെ പല ഭാഗത്തൂടെ ട്രാവൽ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി പല ആവശ്യങ്ങൾക്കായിട്ട് പറഞ്ഞു വരുന്നുണ്ട്. ബർമ, ഇന്ത്യ, ഇന്തോനേഷ്യ, ശ്രീലങ്ക, വിയറ്റ്നാം തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹം ട്രാവൽ ചെയ്തു. അങ്ങനെ ഇവൻച്വലി ഇദ്ദേഹത്തെ ഗവർണറായിട്ട് പ്രൊമോട്ട് ചെയ്തു. 17 വർഷം ചൈനയിൽ നിന്നതിന് ശേഷം 1292 ഇദ്ദേഹം വെനീസിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. അങ്ങനെ 2 വർഷം എടുത്തിട്ടാണ് തിരിച്ചു പോകുന്നത്. അത് ഇന്ത്യൻ ഓഷ്യൻ വഴിയായിരുന്നു ഇദ്ദേഹം റിട്ടേൺ പോയിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹം കോറമണ്ടൽ കോസ്റ്റിൽ 1292 എത്തി. കോറമണ്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ചേരമണ്ഡലം എന്ന് പറയുന്ന കോസ്റ്റാണ്, അതായത് നമ്മളുടെ ഈസ്റ്റേൺ കോസ്റ്റ്. ആ ഒരു സമയത്ത് ഈസ്റ്റേൺ കോസ്റ്റ് ഭരിച്ചിരുന്നത് തമിഴ് പാണ്ഡ്യാസ് ആയിരുന്നു. അപ്പം തഞ്ചാവൂരിൽ തമിഴ് പാണ്ഡ്യാസിൻ്റെ കിങ്ഡത്തിലേക്കാണ് ഇദ്ദേഹം എത്തുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഏതായിരുന്നു ഓരോ ട്രാവലേഴ്സും ട്രാവൽ ചെയ്തപ്പോൾ ഉള്ള കണ്ടംപററി കിങ്ഡം, ആരൊക്കെയായിരുന്നു കിങ്സ് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ മാർക്കോ പോളോ വരുമ്പോൾ പാണ്ഡ്യാസ് ആണ് അവിടെ റൂളിലുണ്ടായിരുന്നത്. പാണ്ഡ്യാസിനെ പോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇദ്ദേഹം വിസിറ്റ് ചെയ്യുന്നൊരു ഡൈനാസ്റ്റിയാണ് കക്കട്ടിയ ഡൈനാസ്റ്റി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ക്വീനായിരുന്നു രുദ്രമാദേവി. അങ്ങനെ ഈസ്റ്റേൺ കോറമണ്ടൽ കോസ്റ്റ് സെയിൽ ചെയ്തതിന് ശേഷം സ്ലോലി ഇദ്ദേഹം മലബാർ കോസ്റ്റിലേക്ക് വന്നു, അതായത് വെസ്റ്റേൺ കോസ്റ്റ്, കേരളത്തിൻ്റെ കോസ്റ്റ്. അപ്പം പോളോ പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു കോസ്റ്റ് വെച്ചിട്ട് തന്നെ പറയാം, പ്രധാനമായിട്ടും വിസിറ്റ് ചെയ്തിട്ടുള്ളത് തമിഴ്നാടും കേരളവുമാണ്.
നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിൻ്റ് തന്നെ ഒന്നുകൂടി പറയുകയാണ്. കാരണം പാണ്ഡ്യാസിൻ്റെ അവിടെ വിസിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അതുപോലെ വിസിറ്റ് ചെയ്ത മറ്റൊരു ഡൈനാസ്റ്റിയാണ് കക്കഡിയാസ്. അപ്പോൾ കക്കഡിയാസ് വിസിറ്റ് ചെയ്യുന്നത് 1289 ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ക്വീനായിരുന്നു ക്വീൻ രുദ്രമാദേവി. അവിടെ ഉണ്ടായിരുന്ന റൂളറും ഡൈനാസ്റ്റിയൊക്കെ ഇദ്ദേഹം വളരെ കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. രുദ്രമാദേവി ഒരു കൈൻഡ് ആൻഡ് ബെനവലൻറ്റ് റൂളറായിട്ടാണ് മാർക്കോ പോളോ പറയുന്നത്. മാർക്കോ പോളോ കേരളം ഉൾപ്പെടുന്ന ഭാഗങ്ങൾ വിസിറ്റ് ചെയ്തതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ കുറേ ഒബ്സർവേഷൻസ് നമ്മളുടെ ജനറലായിട്ടുള്ള കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്ത് ഓർത്ത് വെക്കാൻ ഈസിയാണ്. ഇതിലൊന്നാമത്തെ ഒബ്സർവേഷൻ, ദ ക്ലൈമറ്റ് ഈസ് സോ ഹോട്ട് ദാറ്റ് മെൻ ആൻഡ് വുമൺ വെർ ഓൺലി ലോയിൻ ക്ലോത്ത്സ്. കാരണം പണ്ട് കാലത്ത് ജസ്റ്റ് മുണ്ട് പോലെയുള്ള കാര്യങ്ങളായിരുന്നു ആളുകൾ ധരിച്ചിരുന്നത്. അതിനെയാണ് ലോയിൻ ക്ലോത്ത്സ് എന്ന് പറയുന്നത്. അതിന് കാരണമായിട്ട് ഇദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ക്ലൈമറ്റ് വളരെ ഹോട്ടാണ്, ഹ്യൂമിഡാണ്. നമുക്കിവിടെ 6 months റെയിൻ ഉള്ളതുകൊണ്ട് ഹ്യൂമിഡിറ്റി വളരെ കൂടുതലാണ്. നെക്സ്റ്റ്, ദ സോൾ ലോക്കൽ ഗ്രെയിൻ പ്രൊഡ്യൂസ് വാസ് റൈസ്. ഇവിടെ ഉണ്ടായിരുന്ന സോൾ ലോക്കൽ ഗ്രെയിൻ പ്രൊഡ്യൂസ് എന്തായിരുന്നു? റൈസ് ആയിരുന്നു. കാരണം ഇവിടെ സൗത്ത് ഇന്ത്യയിൽ മെയിനായിട്ട് ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് റൈസ് തന്നെയാണ്. ആളുകൾ നിലത്തിരുന്നിട്ടായിരുന്നു കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. വലത്തെ കൈയെ ഫുഡ് കഴിക്കാനും ഇടത്തെ കൈ അൺക്ലീൻ ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്യാനും വേണ്ടിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. സൗത്ത് ഇന്ത്യയിൽ രാത്രിയിൽ വാല്യബിൾസുമായിട്ട് ട്രാവൽ ചെയ്യാൻ സേഫായിരുന്നു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ. അതുപോലെ ബീഫ്, ഇവിടെയുള്ള ആളുകൾ ബീഫ് കഴിച്ചിട്ടില്ലായിരുന്നു, പക്ഷേ ആൽക്കഹോളും ഡ്രിങ്ക്സൊക്കെ കോമൺ ആയിട്ട് കൺസ്യൂം ചെയ്തിരുന്നു. വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സെപ്പറേറ്റ് ആയ പാത്രങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതായത് ഞാൻ യൂസ് ചെയ്യുന്ന ഡ്രിങ്കിങ് വെസൽ ഷെയർ ചെയ്യില്ലായിരുന്നു, മറ്റേ ആൾ യൂസ് ചെയ്യില്ലായിരുന്നു. എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ഡ്രിങ്കിങ് വെസൽസ് ഉണ്ടായിരുന്നു. അതുപോലെ വെള്ളം കുടിക്കുമ്പോൾ ചുണ്ട് ചേർത്തിട്ടല്ല കുടിച്ചിരുന്നത്, മുകളിലേക്ക് വെച്ചിട്ട് വായിലേക്ക് ഒഴിച്ചിട്ടായിരുന്നു കുടിച്ചത് എന്ന് ഇദ്ദേഹം ഒബ്സർവ് ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒബ്സർവേഷനാണ് ഇവിടെയുള്ള ആളുകൾ മുറുക്കുന്നതിനെക്കുറിച്ച് പറയുന്നത്. മുറുക്കുന്നതിൽ എന്തൊക്കെ ചേർക്കുന്നതെന്നൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്. വേറെ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടൊരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത് വാഴയിലയിൽ ഫുഡ് കഴിക്കുന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു ഒബ്സർവേഷനാണ്, നിലത്ത് ആയിരുന്നു ആളുകൾ കിടന്നിരുന്നത്. നിലത്ത് ജസ്റ്റ് ഒരു തുണി വിരിച്ചുകൊണ്ട് ഡ്രസ്സൊന്നും ധരിക്കാതെ ആയിരുന്നു ഇവർ ഉറങ്ങിയിരുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ആളുകൾക്ക് ഗുഡ് ഒമൻസും ബാഡ് ഒമൻസും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള സ്കില്ലുണ്ടായിരുന്നുവെന്നും പറയുന്നു. ഓക്സിനെ വേർഷിപ്പ് ചെയ്തിരുന്നു, ഓക്സിനെ വിശ്വസിച്ചിരുന്നു എന്നും പറയുന്നു. വേറൊരു കാര്യം, ഇവിടെ അതായത് ചാണകം വെച്ച് വീട് തേക്കുന്നതിനെക്കുറിച്ച് ഇദ്ദേഹം മെൻഷൻ ചെയ്യുന്നുണ്ട്. ടെമ്പിൾസിൽ സ്ത്രീകളായിട്ടുള്ളയും പുരുഷന്മാരായിട്ടുള്ളയും ദൈവങ്ങളുണ്ടായിരുന്നു. അതുപോലെ അതിൻ്റെ ഇടയിൽ ഡാർക്ക് സ്കിന്നിനായിരുന്നു ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും വളരെ പ്രധാനപ്പെട്ട സെൻറ്റ് തോമസിൻ്റെ ടോംബും ഇദ്ദേഹം വിസിറ്റ് ചെയ്തിട്ടുണ്ട്. സൗത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന ചെടികളെക്കുറിച്ചും ജീവികളെക്കുറിച്ചും ഇദ്ദേഹത്തിൻ്റെ വർക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ലയൺസ്, ലെപ്പാർഡ്സ്, ലിങ്സസ്, പീകോക്സ്, സ്കാർലറ്റ് ആൻഡ് ബ്ലൂ പാരറ്റ്സ്, ഇതൊക്കെ വളരെയധികം സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നുവെന്ന് ഇദ്ദേഹം പറയുന്നു. ഇവിടെ ഉണ്ടായിരുന്ന പല ഫോണ കാര്യങ്ങളൊക്കെ ഇറ്റലിയുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് അതിനേക്കാളും വലിയ സൈസും ബ്യൂട്ടിഫുള്ളും ആയിരുന്നു ഇദ്ദേഹം എഴുതുന്നുണ്ട്. അതുപോലെ ഇവിടെ ഉണ്ടായിരുന്ന കുരങ്ങുകൾ അപ്പിയറൻസിൽ വളരെ ഡിഫറെൻ്റ് ആണെന്നും കുറേയൊക്കെ ആളുകളുമായിട്ട് സാമ്യം ഉണ്ടായിരുന്നുവെന്നും ഇദ്ദേഹം പറയുന്നു. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന പല അഗ്രികൾച്ചറും ഫാംസിനെ കുറിച്ച്, കൾട്ടിവേഷൻ പ്ലാന്റേഷൻസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പെപ്പർ ആൻഡ് ഇൻഡിഗോ പ്ലാന്റേഷൻസ്, പിന്നെ ഇൻസെൻസ്, ഡ്രിങ്ക് മെയ്ഡ് ഓഫ് ഡേറ്റ് വൈൻ, ഇങ്ങനെ പല യുണീക്കായിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു കൃതിയിൽ നമുക്ക് കാണാം. ഇനി മാർക്കോ പോളോയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെഡീവൽ ട്രാവലർ മാർക്കോ പോളോ വാസ് ഫ്രം. മാർക്കോ പോളോ എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? ഇത് ഈസി ആയിട്ടുള്ള ആൻസറാണ്. നമുക്കറിയാം, ഇറ്റലിയിലുള്ള വെനീസിൽ നിന്നാണ് ഇദ്ദേഹം വരുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4, വെനീസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദി ഫോളോയിങ് ചോദ്യമാണ്. ഇതിൽ പല ട്രാവലേഴ്സും അവരുടെ ഒറിജിനലായിട്ടുള്ള സ്ഥലവും എഴുതിയിട്ടുണ്ട്. അത് മാച്ച് ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റ് കോമ്പിനേഷൻ ചൂസ് ചെയ്യാനാണ്. ഡുarte ബാർബോസ, മാർക്കോ പോളോ, ഇബിൻ ബത്തൂത്ത, ആൻറ്റോണിയ മോൺസ്ട്രേറ്റ്. നെക്സ്റ്റ് അവരുടെ ലൊക്കേഷൻസ് മൊറോക്കോ, സ്പെയിൻ, പോർച്ചുഗൽ, ഇറ്റലി.
നമ്മളിപ്പോൾ പറഞ്ഞത് മാർക്കോ പോളോയുടെ ആണ്. സോ മാർക്കോ പോളോയുടെ സ്ഥലം ഇറ്റലിയാണ് നമുക്കറിയാം. അപ്പം ബിയും ഫോറും വരുന്ന കോമ്പിനേഷൻസ് ഏതൊക്കെയാണ്? ഓപ്ഷൻ 2യും ഓപ്ഷൻ 4ഉം. ബിയും 4ഉം വരുന്നത് ഓപ്ഷൻ 2യും ഓപ്ഷൻ 4ഉം മാത്രമേ ഉള്ളൂ. സോ നമുക്ക് 1ഉം 3യും എലിമിനേറ്റ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള വേറൊരു ട്രാവലറുണ്ട്, ഇബിൻ ബത്തൂത്ത. തേർഡ് ഓപ്ഷൻ സി. ഇബിൻ ബത്തൂത്തയുടെ ലൊക്കേഷൻ എവിടെയാണ്? മൊറോക്കോ ആണ്. സോ സിയും 1ഉം വരുന്ന ഓപ്ഷൻ ഇതിൽ ഏതാണുള്ളത്? സിയും 1ഉം വരുന്നത് സെക്കൻഡ് ഓപ്ഷനാണ്. സോ സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. അപ്പം ബാക്കിയുള്ള 2 ട്രാവലേഴ്സിൻ്റെ നോക്കാം. ഡുവർട്ടെ ബാർബോസ പോർച്ചുഗീസ് ട്രാവലറാണ്. അന്റോണിയോ സ്പെയിൻ എന്ന് വരുന്ന ട്രാവലറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് മാർക്കോ പോളോ. താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് കൺസിഡർ ചെയ്തിട്ട് അതിൽ ശരിയായത് ചൂസ് ചെയ്യാൻ വേണ്ടി. ഫസ്റ്റ്, ഹി വിസിറ്റഡ് കഗഡിയ കിങ്ഡം അണ്ടർ രുദ്രമാദേവി. ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. 1ഉം 2ഉം 4ഉം ആണ് നമുക്ക് പോസിബിളായിട്ടുള്ള ഓപ്ഷൻസ്. 3 ഓൺലി എന്നുള്ളത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ, ഹി വാസ് എൻ ഇറ്റാലിയൻ ട്രാവലർ എന്നുള്ളതും ശരിയാണ്. നേരത്തെ നമ്മൾ ഓപ്ഷൻസ് നോക്കിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. തേർഡ്, ഹി റോഡ് ദ ബുക്ക് റിഹ്ല എന്നത് നമുക്ക് ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാം. ആ ആൻസർ അറിയില്ലെങ്കിലും എലിമിനേറ്റ് ചെയ്യാം. കാരണം ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റാണെന്ന് നമുക്കറിയാം. അത് വരുന്നത് ആയിരിക്കും കറക്റ്റ് ആൻസർ. പക്ഷേ തേർഡ് ഓപ്ഷനിൽ 3 ഓൺലി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് റോങ് ആൻസർ ആണെന്ന് നമുക്ക് അങ്ങനെ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സെക്കൻഡ് ഓപ്ഷനാണ്, 1 and 2 ഓൺലി. ഫോർത്ത് ക്വസ്റ്റ്യൻ, മാർക്കോ പോളോ വിസിറ്റഡ് ഇന്ത്യ ഡ്യൂറിങ് ദ റെയിൻ ഓഫ് വിച്ച് കിങ്ഡം. ഏത് രാജ്യത്തിൻ്റെ സമയത്താണ്, ഏത് രാജഭരണത്തിൻ്റെ സമയത്താണ് മാർക്കോ പോളോ ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുള്ളത്? ഇതിൻ്റെ ഓപ്ഷൻസ് മറാത്ത, പാണ്ഡ്യ, അഹോം, രാജ്പുത്. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്, പാണ്ഡ്യ കിങ്ഡത്തിൻ്റെ സമയത്താണ് ഇദ്ദേഹം ഇന്ത്യ വിസിറ്റ് ചെയ്തത്. സോ കറക്റ്റ് ആൻസർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ, പാണ്ഡ്യ കിങ്ഡം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് മാർക്കോ പോളോ ഡു വൈൽ ഹി വാസ് വിത്ത് കുബ്ലായ് ഖാൻ. കുബ്ലായ് ഖാൻ്റെ കൂടെ നിന്നപ്പോൾ എന്തായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്? ആക്ടഡ് ആസ് എൻ അഡ്വൈസർ ആൻഡ് എമിസറി ഫോർ കുബ്ലായ് ഖാൻ ആൻഡ് ട്രാവൽഡ് ഇൻ ഏഷ്യ, ബിക്കെയിം എ ജനറൽ, ബിക്കെയിം മിനിസ്റ്റർ ഓഫ് ട്രേഡ്, മാരീഡ് ഇൻ ടു കുബ്ലായ്സ് ഫാമിലീസ്. കറക്റ്റ് ആൻസർ എന്താണ്? ആക്ടഡ് ആസ് എൻ അഡ്വൈസർ ആൻഡ് എമിസറി ഫോർ കുബ്ലായ് ഖാൻ, ട്രാവൽഡ് അക്രോസ് ഏഷ്യ. Next question, when Kublai Khan's son Niccolo and Marco Polo back to Europe, what did he request? മാർക്കോ പോളോയുടെ ഫാദറിൻ്റെ ബ്രദറുമാണ്, അതായത് മാർക്കോ പോളോയുടെ അങ്കിളുമാണ്. ഇവരെ കുബ്ലായ് ഖാൻ യൂറോപ്പിലേക്ക് തിരിച്ചയച്ചപ്പോൾ എന്താണ് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തത്? ഓപ്ഷൻ എ, 100 എഡ്യൂക്കേറ്റഡ് കത്തോലിക് പ്രീസ്റ്റ് ആൻഡ് ഹോളി ഓയിൽ, എ പ്രീസ്റ്റ്, എ സോഡ് ആൻഡ് എ സ്യൂട്ട് ഓഫ് യൂറോപ്യൻ ആർമർ, ഡി, വീറ്റ് ആൻഡ് എ ഡ്രാഫ്റ്റ് ഹോഴ്സ്. ഇത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, നമുക്കറിയാം. ഫസ്റ്റ് ഓപ്ഷനാണ് 100 എഡ്യൂക്കേറ്റഡ് കത്തോലിക് പ്രീസ്റ്റ് ആൻഡ് ഹോളി ഓയിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു റിപ്പീറ്റേഷൻ ആയിട്ടുള്ള ചോദ്യമാണ്. ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് മാർക്കോ പോളോ വെൻറ്റ് ഇൻ ദ ലാസ്റ്റ് ഡിക്കേഡ് ഓഫ് 13th century ഇൻ ഇന്ത്യ? ചോളമണ്ഡലം, പാണ്ഡ്യ കൺട്രി, കൊങ്കു റീജിയൻ ആൻഡ് മലൈനാട്. നമുക്കറിയാം ആൻസർ എന്താണ്? പാണ്ഡ്യ കൺട്രിയാണ്. അതുപോലെ കക്കാഡിയാസിൻ്റെ ഡൈനാസ്റ്റിയെയും ഇദ്ദേഹം വിസിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഓപ്ഷനിലുള്ളത് പാണ്ഡ്യയാണ്. സോ ലെറ്റ്സ് ഗോ വിത്ത് പാണ്ഡ്യ. നെക്സ്റ്റ്, ഇദ്ദേഹം നടത്തിയ ഒബ്സർവേഷൻസിനെ കുറിച്ചുള്ളൊരു ചോദ്യമാണ്. മാർക്കോ പോളോ റെക്കോർഡഡ് ദ ഇൻസിഡൻറ്റ് ഓഫ് ഡാഷ് ആൻഡ് പോളിഗാമി പ്രാക്ടീസ്ഡ് ബൈ ദ സയൻസ് ഇൻ ഹിസ് ട്രാവൽ അക്കൗണ്ട്സ്. സോ ഇത് മനസ്സിലാക്കാം. പോളിഗമി ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. പോളിഗമി കൂടാതെ വേറൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് സതിയാണ്. സോ രണ്ടാമത്തെ ഓപ്ഷൻ സതിയാണ് ആൻസർ. മാർക്കോ പോളോ എൻ ഇറ്റാലിയൻ ട്രാവലർ വിസിറ്റഡ് വാരങ്കൽ. വാരങ്കൽ എന്ന് പറയുന്നത് കക്കഡിയ ഡൈനാസ്റ്റിയുടെ സ്ഥലമാണ്. ഡ്യൂറിങ് ദ ടെൻഡർ ഓഫ് മാർക്കോ പോളോ കക്കഡിയാസിനെ വിസിറ്റ് ചെയ്തപ്പം ആരായിരുന്നു അവിടെ ഉണ്ടായിരുന്ന രാജാവ് അല്ലെങ്കിൽ രാജ്ഞി? സോ ഓപ്ഷൻസ് ട്രോളരാജ, പ്രതാപരുദ്ര, റാണി രുദ്രമാദേവി, ഗണപതി ദേവ. നമുക്കറിയാം ക്വീൻ രുദ്രമാദേവി ഭരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം വിസിറ്റ് ചെയ്യുന്നത്. സോ കറക്റ്റ് ആൻസർ ഈസ് തേർഡ് ഓപ്ഷൻ.